മീടപ്പൊന്നണിയും കൊന്ന പൂക്കണി. നാളെ വിഷു ആണല്ലേ? നാളെ വിഷു അല്ലേ അളിയ? അഞ്ചാതെ അളിയ നീ രാവിലെ എപ്പോ എഴുന്നേറ്റ് പോളിയാ? ഞാനൊരു 5:30 ആകുമ്പോ എഴുന്നേറ്റിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പോകും. എന്താ അന്ത്രളി അങ്ങനെ ഒരു ചോദ്യം? ഇതൊക്കെ ഞാനല്ല പിന്നെ ആരാണോ തിരക്കുന്നേ? അപ്പൊ ഒരു 4:30 ആകുമ്പോഴത്തേന് ഞാൻ എഴുന്നേക്കല്ലേ? എന്തിനാണ്? അല്ല അതാകുമ്പോഴത്തേക്കും ഒരു 5:30 മുമ്പ് അങ്ങ് പോവാല്ലോ. നല്ലൊരു ദിവസമായിട്ട് നിന്നെ കണി കൊണ്ടോണ്ട് പോകണ്ട. കഴിഞ്ഞ കൊല്ലം നിന്നെ കണി കൊണ്ടോണ്ട് പോയിട്ട് പിടിക്കാത്ത വള്ളികൾ ചുരുക്കുക. പിന്നെ നിന്നെ കണ്ടിട്ട് പോയ എന്റെ അവസ്ഥ, നിന്നെ കണ്ടിട്ട് നീ വള്ളിയെ പിടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചത് വടമായിരുന്നു, വലിയ വടം. എന്നിട്ട് ഇയാളൊന്നും അങ്ങോട്ട് മുഴിഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ രണ്ടുപേരെ കണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളത്തില്ലല്ലേ? പുള്ളിയുടെ നല്ല നിങ്ങൾ കഴിഞ്ഞ വർഷം കൈനീട്ടം വാങ്ങിച്ചോണ്ട് പോയത്. എന്റെ പൊന്ന് അജ്മലെ, ഇവൻ കൈനീട്ടുന്ന കേസ് പറയാതിരിക്കുന്നതാണ് ഭേദം. ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 2 റിയലിന്റെ തുട്ടും വാങ്ങിച്ചോണ്ട് പോയതാ. എടാ എന്റെ ഹോം ലോൺ മുതൽ EMI വരെ മുടക്കി ചെറുക്കൻ. അത്രയ്ക്കുണ്ട് ഇവന്റെ എറണക്കേടും കാലക്കേടും. പ്രശ്നങ്ങളെല്ലാടി കൂടിയിട്ട് ഉമ്മാന്റെ ഒരു വള എടുത്തോണ്ട് പണയം വെച്ചതാ. അവസാനം ആ പണയത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നുള്ള മാത്രമല്ല, 10 റിയാലും അടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ നിന്റെ സെറ്റപ്പ് ഒന്നും അല്ല. നിനക്ക് അത്ര എരണക്കേടാണെന്നുണ്ടെങ്കിൽ ഇവന്റെ റൂമിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. നാളെ തന്നെ ഞാൻ അവിടെ മാറിയേക്കാം. നീ ചുമ്മാ അടങ്ങിയേരി, സെന്റി അടിക്കാതെ. നമ്മൾ എന്തെങ്കിലും അങ്ങ് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ റൂം മാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിനക്ക് റൂം മാറണമെന്നുണ്ടെങ്കിൽ മാറിക്കൂ. അതൊന്നുമല്ല, നാളത്തോളം കഴിഞ്ഞ് മാറുന്നെങ്കിൽ അത്രയും നല്ലത്. വിഷുവായിട്ട് എറണക്കേടും കൊണ്ട് അവന്റെ ഫ്ലാറ്റിലോട്ടൊന്ന് കേറണ്ടായിരുന്നു. പിണങ്ങിയാ രാവിലെ പറയാൻ ചിലപ്പോ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഹാപ്പി വിഷു.